ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇംഗ്ലീഷിലെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഫസ്റ്റ് യൂണിറ്റിൻ്റെ ക്ലാസ് കണ്ടു കാണുമെന്ന് കരുതുന്നു. ഫസ്റ്റ് യൂണിറ്റ് ആണ് അംബർല ഫോർ ഓൾ, അതേപോലെ നമ്മുടെ റീഡ് ആൻഡ് റീജോയ്സ്, സ്നെയിൽ ബ്രിങ്സ് ദ മെയിൽ തുടങ്ങിയ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് മാത്രമല്ല, നമ്മുടെ വർക്ക് ബുക്ക്, നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൻ്റെ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സും, അങ്ങനെ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകളും വർക്ക് ബുക്കിൻ്റെ ക്ലാസ്സുകളും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളുടെ ലിങ്കും നമ്മൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2ാമത്തെ യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റിൻ്റെ ക്ലാസ്സാണ്. എന്താ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൻ്റെ പേര്? എ പീസ് ഓഫ് കേക്ക് അല്ലേ. വളരെ മനോഹരം, എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു കഥയാണ് കേട്ടോ. എലിഫന്റ് ഫാമിലിൻ്റെ കഥയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ക്ലാസ് എല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് പോയി പറയുക. ഇതേപോലെ ടോപ്പേഴ്സ് വേൾഡ് ഉണ്ട്, ടോപ്പേഴ്സ് വേൾഡ് കാണാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ലൈക്കും കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ടാണ് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എ പീസ് ഓഫ് കേക്ക്, സെക്കൻഡ് യൂണിറ്റ്. ഇതാണ് നമ്മുടെ 2ാമത്തെ യൂണിറ്റിന്റെ ഫസ്റ്റ് പേജ് അല്ലേ. ഫസ്റ്റ് പേജാണ്. ഫസ്റ്റ് പേജ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? അതെ, കേക്ക് നോക്കിയിരിക്കുന്ന കുറേ ആനകളെ കാണാൻ പറ്റില്ല. ആനകളാണ് ചുറ്റും, കേക്കിന് ചുറ്റും ആനകളാണ്. അപ്പോൾ എലിഫന്റിന്റെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. അത് എലിഫന്റിന്റെ എന്ന് പറയാൻ പറ്റില്ല, എലിഫന്റ്സ്, അതായത് എലിഫന്റ് ഫാമിലിന്റെ, ഒരു എലിഫന്റ് കുടുംബത്തിന്റെ കഥയാണ്. എന്താ എലിഫന്റ് എന്ന് വെച്ചാൽ ഏത് അനിമലാ? ആനയാണ് നമ്മൾ എന്ത് പറയുക, എലിഫന്റ് എന്ന് പറയുക അല്ലേ. നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ഇൻ പ്യൂപ്പ 1 to 4. പ്യൂപ്പ നമ്മുടെ ആക്ടിവിറ്റി ബുക്ക് പ്യൂപ്പയില് 1 തൊട്ട് 4 വരെയുള്ള ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ആക്ടിവിറ്റീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നമ്മൾ ആക്ടിവിറ്റീസിന്റെ വീഡിയോ എടുത്ത് കണ്ടു നോക്കുക. നമ്മൾ എല്ലാ ആക്ടിവിറ്റീസിന്റെ ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ലിസൺ ടു യുവർ ടീച്ചർ, ദ മദർ എലിഫന്റ് ലുക്ക്ഡ് സാഡ്. അപ്പോൾ ടീച്ചർ പറയുന്ന പോർഷനാണിത്. ദ മദർ എലിഫന്റ് ലുക്ക്ഡ് സാഡ്. വൈ ഈസ് ദി മദർ എലിഫന്റ് സാഡ്? എന്താണ് മദർ എലിഫന്റ്? ഈ ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ ആരാണ് മദർ എലിഫന്റ്? ആരാ മദർ എലിഫന്റ്? അതെ, ഇതാണല്ലേ. ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് മദർ എലിഫന്റ്. നമുക്ക് ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആരാണ് മദർ എലിഫന്റ്. ഇതാ മദർ എലിഫന്റ് ഇവിടെ നിൽക്കുന്നു. അപ്പൊ എന്താണ് മദർ എലിഫന്റ്? എങ്ങനെയാണ്? ഹാപ്പി ആണോ സാഡ് ആണോ? സാഡ് ആണ്. സാഡ് എന്ന് വെച്ചാൽ എന്താ? സങ്കടപ്പെട്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ മദർ എലിഫന്റിനെ കാണാൻ എങ്ങനെയാണ്? സാഡ് ആയിട്ട് ഇരിക്കുകയാണ്. ദ മദർ എലിഫന്റ് ലുക്ക്ഡ് സാഡ് എന്ന് വെച്ചാൽ എന്താ? മദർ എലിഫന്റ്, അമ്മ ആന വളരെയധികം സങ്കടത്തിലാണ്. വൈ ഈസ് ദ മദർ എലിഫന്റ് സാഡ്? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ അമ്മ ആന എന്തുകൊണ്ടായിരിക്കും സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവുക? നമുക്ക് നോക്കാം. കഥ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കൂ, അമ്മ എന്താ പറയണത്? മദർ എലിഫന്റ് എന്താ പറയണത്? ഐ ആം വെരി ഫാറ്റ്. അപ്പൊ ഇവിടെ നോക്കൂ, 2 കുട്ടി എലിഫന്റ്സ് ഉണ്ട് അല്ലേ. ഒരു കുട്ടി എലിഫന്റ് ഉണ്ട്, ചെറിയൊരു എലിഫന്റ് ഉണ്ട്, അതിനേക്കാളും ചെറിയൊരു ബേബി എലിഫന്റും ഉണ്ട്. ഈ എലിഫന്റ് എന്താ പറയണെന്ന് വെച്ചാൽ, ഓ യു ആർ നോട്ട് ടു ഫാറ്റ്. അപ്പൊ ഈ ബേബി എലിഫന്റ് എന്താ പറയണത്? ലുക്ക് മമ്മി ഹാസ് എ ഫാറ്റ് ബെല്ലി അല്ലേ. അപ്പൊ അമ്മ എന്താ പറയുക? അമ്മയ്ക്ക് സങ്കടത്തിന്റെ കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് എന്താണ്, ഞാൻ വളരെയധികം തടിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അമ്മ സങ്കടപ്പെട്ടിരിക്കുന്നത്. അമ്മയ്ക്ക് അപ്പൊ എന്താണ്, മെലിയണം എന്നായിരിക്കും, അതായത് സ്ലിം ആവണം എന്നാണ് അമ്മന്റെ ആഗ്രഹം, മദർ എലിഫന്റിന്റെ ആഗ്രഹം. അപ്പൊ ഒരുപാട് തടിച്ചു പോയി എന്ന് പറഞ്ഞിട്ടാണ് അമ്മ എന്ത് ചെയ്തത്? സങ്കടപ്പെട്ടിരിക്കുന്നത് അല്ലെ. ഫാറ്റ് എന്ന് വെച്ചാൽ എന്താ? ഫാറ്റ് എന്ന് വെച്ചാൽ തടിച്ചത്, ഫാറ്റ്. ഐ ആം വെരി ഫാറ്റ് എന്ന് മദർ എലിഫന്റ് പറയുകയാണ്. അപ്പൊ എന്താണ്, ഒരു കുട്ടി എലിഫന്റ് എന്ത് പറയണു? ഓ യു ആർ നോട്ട് ടു ഫാറ്റ്. അമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. ഇല്ല, അത്രയധികം ഫാറ്റ് ഒന്നും, ടു ഫാറ്റ് എന്ന് വെച്ചാൽ അധികം തടിയൊന്നും ഇല്ല. യു ആർ നോട്ട് ടു ഫാറ്റ് എന്ന് വെച്ചാൽ ടു ഫാറ്റ്. അപ്പൊ എന്താ, അമ്മയെ ആശ്വസിപ്പിക്കുകയാണ് അല്ലെ. അത്രയൊന്നും തടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കണം. പക്ഷെ ബേബി എലിഫന്റ് എന്താ ചെയ്യുന്നത് നോക്കൂ. ബേബി എലിഫന്റ് അമ്മയെ സപ്പോർട്ട് ചെയ്ത് പറയാണ് അല്ലെ. ലുക്ക് മമ്മി ഹാസ് എ ഫാറ്റ് ബെല്ലി. അപ്പൊ എന്താണ് പറയണത്? നോക്ക്, അമ്മയ്ക്ക് നല്ല തടിച്ച വയറാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ് അല്ലെ. ഫാറ്റ് ബെല്ലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബേബി എലിഫന്റ് പറയാണ്. അപ്പൊ ഇതും കൂടെ കേട്ടപ്പോൾ അമ്മയ്ക്ക് ഒന്നുകൂടെ സങ്കടമാവും അല്ലെ, ഒന്നുകൂടെ ടെൻഷൻ ആവും. അയ്യോ, ഞാൻ ഒരുപാട് തടിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് സങ്കടമാവുകയാണ് കേട്ടോ. നെക്സ്റ്റ് പേജ്.
അപ്പൊ അടുത്ത നോക്കൂ, വേറെ രണ്ട്, അതായത് നമ്മുടെ വേറെ രണ്ട് എലിഫന്റ്സ് ആണ് അല്ലെ. അതായത് ഈ പേജിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ ഈ പേജിൽ ആക്ച്വലി ഇവിടെ മദർ എലിഫന്റ് ആരോടൊക്കെയാണ് പറയണത്? 4 ബേബി എലിഫന്റ്സിന്റെ അടുത്ത് പറയണം അല്ലെ. 4 കുട്ടികൾ, ഈ മദർ എലിഫന്റിന് എത്ര കുട്ടികളുണ്ട്? 4 കുട്ടികളുണ്ട്. നെക്സ്റ്റ് പേജിലാണ് അടുത്ത 2 പേരിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2 പേരിന്റെ ചിത്രം ഇവിടെ ഉണ്ട്. 2 കുട്ടി എലിഫന്റ്സിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത 2 കുട്ടി എലിഫന്റ്സിന്റെ ചിത്രമാണ് അടുത്ത നെക്സ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് അമ്മ പറയണം ഐ എം വെരി ഫാറ്റ് എന്ന് പറഞ്ഞപ്പോ അടുത്ത അടുത്ത എലിഫന്റ്, കുട്ടി എലിഫന്റ് എന്താ പറയണത്? മോം യു ആർ സ്ട്രോങ്. അത് നോക്കൂ, ഈ ബ്ലൂ ഡ്രസ് ഇട്ടിട്ടുള്ള എലിഫന്റ് എന്താ പറയണത്? കുട്ടി എലിഫന്റ് എന്താ പറയണത്? യു ആർ ക്യൂട്ട് ടു. അപ്പൊ ഒരാൾ പറയണത് എന്താ പറയണത്? അമ്മ വളരെയധികം സ്ട്രോങ് ആണ്, അമ്മ നല്ല ശക്തിയുണ്ട്. അപ്പൊ ബ്ലൂ എലിഫന്റ് എന്താ പറയണത്? അതേപോലെ അമ്മയെക്കാണ് നല്ല ക്യൂട്ട് ആണ് എന്ന് പറയണല്ലേ. അത് 3 ആൾ അമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ ഏറ്റവും താഴെയുള്ള ഏറ്റവും ചെറിയ ബേബി എലിഫന്റ് എന്താ പറയണത്? അമ്മയോട് പറയണല്ലേ. അതായത് ആ ബേബി എലിഫന്റിന് അറിയില്ല അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്, അമ്മയ്ക്ക് സങ്കടമായിട്ടാണ് പറയണതെന്ന് ബേബി എലിഫന്റിന് അറിയില്ല. അപ്പൊ അമ്മ പറയണത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ബേബി എലിഫന്റ് പറയണം അമ്മയ്ക്ക് ഫാറ്റ് ബെല്ലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയണം അല്ലെ. ഗോ ടു പ്യൂപ്പ. ആക്ടിവിറ്റി 5. ഏത് ആക്ടിവിറ്റി ചെയ്യണം? 5ാമത്തെ ആക്ടിവിറ്റി ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ആരൊക്കെയാണ് ഇവർ, നമുക്ക് ഇവരുടെ പേരെന്തൊക്കെയാണെന്നൊക്കെ നെക്സ്റ്റ് പേജ് നോക്കുമ്പോൾ മനസ്സിലാവും. ലിസൺ ടു യുവർ ടീച്ചർ. ദ മദർ എലിഫന്റ് പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്. Come, it's time for breakfast, she called out. എന്താണ്? അവൾ വിളിക്കുകയാണ് അല്ലെ. നമുക്ക് ആദ്യം തന്നെ ഇവരുടെ പേര് പറയാം. എന്താണ് ഇവരുടെ പേര്? നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാവും അല്ലെ. അപ്പൊ മദർ എലിഫന്റ് പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്. കം, ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ഷീ കോൾഡ് ഔട്ട്. അപ്പൊ അമ്മ എന്ത് ചെയ്തു? രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, മദർ എലിഫന്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് കുട്ടികൾ എല്ലാവരെയും വിളിക്കുകയാണ് അല്ലെ. എല്ലാവരെയും വിളിച്ചു. കം, ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ഷീ കോൾഡ് ഔട്ട്. എല്ലാവരെയും വിളിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി, എല്ലാവരും വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. വാട്ട് ഡിഡ് ദേ ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? എന്തായിരിക്കും അവർ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നുണ്ടാവുക? നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ്. All set for breakfast. What is for breakfast today, Mom? asked Luke. We have coconut and sugarcane. No more cakes and biscuits from today onwards, said the mother elephant. But why? The baby elephant asked sadly. We are all fat. We have to eat less and work more, the mother replied. Will they agree with mom? ഇപ്പൊ എന്താണ് അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ വിളിച്ചപ്പോൾ എല്ലാവരും വേഗം സന്തോഷത്തോടു കൂടെ വന്നു. ആരൊക്കെയുണ്ടോ ചുറ്റും എല്ലാവരും ഫുഡ് കഴിക്കണേ. ഇവിടെ നമ്മുടെ മദർ എലിഫന്റ് ഉണ്ട്. പിന്നെ ആരൊക്കെയാണുള്ളത്? ആസ്ക്ഡ് ലൂക്ക്. ലൂക്ക് ആരാണെന്നറിയോ? ഇതോ ഇവിടെ നമുക്ക് നമ്മുടെ ബ്ലൂ കളർ ഡ്രസ്സ് കൊടുത്തിരിക്കുന്ന ഈ ബേബി എലിഫന്റ്, ഈ എലിഫന്റ് ആണ് ആര്? ലൂക്ക്. ഈ പിങ്ക് കളർ ഡ്രസ്സ് ഇട്ടിട്ടുള്ള എലിഫന്റ്, കുട്ടി എലിഫന്റ് ഡെല്ല. ഓക്കെ, ഡെല്ല. അതേപോലെ ഈ നമ്മുടെ കഥയിലെ ഈ കുട്ടി എലിഫന്റിന് ബേബി എലിഫന്റ് എന്നാണ് പറയുക. ഇത് മദർ എലിഫന്റ്. അതേപോലെ ഇവിടെ കണ്ടോ, ഇവിടെ സ്റ്റാർ കണ്ടോ, തുമ്പിക്കല്ലിൽ സ്റ്റാർ ഉണ്ട്. ബ്രൗൺ കളർ ഡ്രസ്സുള്ള ഇതാണ് ഈ കുട്ടി എലിഫന്റിന്റെ പേരാണ് എന്ത്? ബ്രൗൺ. നമുക്ക് നോക്കാം. അപ്പൊ ആരാണ് പറയണത്? ബ്ലൂ കളർ ഡ്രസ് ഇട്ടുള്ള ആളുടെ പേരെന്താ? ലൂക്ക് ആണ് അല്ലെ. അപ്പൊ ലൂക്ക് അമ്മയോട് ചോദിക്കുകയാണ് കേട്ടോ, അമ്മ ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന്? വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ മോം? ആസ്ക്ഡ് ലൂക്ക്. ലൂക്ക് എന്താ ചോദിക്കുന്നത്? അമ്മ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്? അപ്പൊ അമ്മ പറയാണ് വി ഹാവ് കോക്കനട്ട് ആൻഡ് ഷുഗർ കെയിൻ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്? കോക്കനട്ട് എന്ന് വെച്ചാൽ അറിയില്ലേ? തേങ്ങ അല്ലെ. തേങ്ങയും ഷുഗർ കെയിൻ എന്ന് വെച്ചാൽ എന്താ? കരിമ്പ് അല്ലെ. കണ്ടിട്ടില്ലേ? നിങ്ങൾ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ, തേങ്ങയും കരിമ്പും കൊടുത്തിട്ടില്ലേ? അപ്പൊ ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് അവർ കഴിക്കുന്നത്? കോക്കനട്ടും ഷുഗർ കെയിൻ എന്ന് വെച്ചാൽ കരിമ്പ്. നോ മോർ കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫ്രം ടുഡേ ഓൺവേർഡ്സ് എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് അവർ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനെ കഴിച്ചിട്ടുണ്ടായിരുന്നത്? കേക്ക്സും ബിസ്ക്കറ്റ്സും ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അമ്മ പറയുകയാണ് ഇന്ന് തൊട്ട്, ടുഡേ ഓൺവേർഡ്സ് എന്ന് വെച്ചാൽ ഇന്ന് തൊട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കേക്ക്സും ബിസ്ക്കറ്റ്സും ഉണ്ടാവില്ല എന്ന് അമ്മ പറഞ്ഞു. said the mother elephant. But why? The baby elephant asked sadly. അപ്പൊ ഇത് കേട്ടപ്പോൾ ബേബി എലിഫന്റ് വളരെ സങ്കടത്തോടെ, എങ്ങനെയാണ് ചോദിക്കുന്നത്? സാഡ്ലി എന്ന് വെച്ചാൽ എന്താ? വളരെ സങ്കടത്തോടെ അമ്മയോട് ചോദിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട്? അതായത് കേക്ക്സും ബിസ്ക്കറ്റ്സും ഇല്ല എന്ന് പറഞ്ഞു. ഇന്ന് തൊട്ട് കേക്ക്സും ബിസ്ക്കറ്റും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ബേബി എലിഫന്റ് ചോദിക്കുകയാണ് പക്ഷെ എന്തുകൊണ്ട്? അപ്പൊ അമ്മ പറയുകയാണ്, മദർ എലിഫന്റ് റിപ്ലൈ കൊടുക്കുകയാണ്, കുട്ടി ചോദിച്ചതിന് ഉത്തരം കൊടുക്കുകയാണ്. We are all fat. We have to eat less and work more. എന്താ പറയുന്നത്? നമ്മളെല്ലാം നല്ല തടിയുള്ളവരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഭക്ഷണം കുറച്ച് കഴിച്ചിട്ടും നന്നായിട്ട് വർക്ക് ചെയ്യണമെന്ന് അമ്മ പറയുകയാണ്. ഓക്കെ, എന്നിട്ട് അവരിരുന്നിട്ട് കഴിക്കുകയാണ് അല്ലേ.
വിൽ ദേ എഗ്രി വിത്ത് മോം. അപ്പൊ ഇത് കേട്ടതും എല്ലാവരോടും കൂടെ ചേർന്ന് പറയുകയാണ് കേട്ടോ മദർ എലിഫന്റ്. ഇത് കേട്ടപ്പോൾ അവർ എഗ്രി ചെയ്തിട്ടുണ്ടാവും, അമ്മയോട് സമ്മതിച്ചിട്ടുണ്ടാവും. ശരി, ഇനി മുതൽ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് നിറയെ വർക്ക് ചെയ്യാം, നമുക്ക് തടി കുറയ്ക്കാന്ന് അവർ സമ്മതിച്ചിട്ടുണ്ടാവോ? നെക്സ്റ്റ് പേജ് നോക്കാം. ഇവിടെ ഗോ ടു പ്യൂപ്പ ആക്ടിവിറ്റി 6 ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പേജ്. ദി എലിഫന്റ് കിഡ്സ് went to school. In the evening they came back home. അങ്ങനെ എലിഫന്റ് കിഡ്സ് ആരൊക്കെയാണ്? എലിഫന്റ് കിഡ്സ് 4 പേരുണ്ട് അല്ലേ? എന്താ അവരുടെ പേര്? ലൂക്ക്, അതെ ലൂക്ക്, പിന്നെ ആരാ? ബേബി എലിഫന്റ് ഉണ്ട്, ഡെല്ലി ഉണ്ട്, ബ്രൗൺ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ് കിഡ്സ് എന്ത് ചെയ്തു? സ്കൂളിൽ പോയി. അതായത് എലിഫന്റ് കിഡ്സ് എവിടെ പോയി? സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം ആയിട്ട് വീട്ടിൽ തിരിച്ചു വന്നു. വാട്ട് ഡു യു യൂഷ്വലി ഡു ആഫ്റ്റർ സ്കൂൾ? നിങ്ങളോടാണ് ചോദ്യം. എന്താണ് നിങ്ങൾ ശരിക്കും സ്കൂളിൽ പോയിട്ട് ഈവനിങ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അതെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ടീ കുടിക്കും, അതുപോലെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ഉണ്ടെങ്കിൽ സ്നാക്സ് ഐറ്റംസ് കഴിക്കും അല്ലേ? അതെ, അപ്പൊ അതേപോലെ തന്നെ ഇവരും എന്ത് ചെയ്യണം? അല്ലെങ്കിൽ വന്നിട്ട് നമ്മൾ ടി വി കാണും അല്ലേ? കാർട്ടൂൺ ചാനൽ കാണും, ടി വി കാണും. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇവരും ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവര് ചോദിക്കണം, അമ്മയോട് ചോദിക്കണം, മോം ക്യാൻ വി വാച്ച് ടെലിവിഷൻ? ആസ്ക്ഡ് ബ്രൗൺ. ഇതാരാ? ബ്രൗൺ ആരാ? ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നോക്കൂ, തലയിൽ ഒരു സ്റ്റാർ ഉണ്ട് അല്ലെ? ബ്രൗൺ കളർ സ്റ്റാർ ഉണ്ട്. ഇതാണ് ബ്രൗൺ. അപ്പൊ ബ്രൗൺ എന്ത് ചോദിക്കുകയാണ്? ബ്രൗൺ ആണ് ഈ കൂട്ടത്തിലെ മൂത്ത ആനക്കുട്ടി, അതായത് ഏറ്റവും എൽഡർ. ഈ ആനക്കുട്ടികളിലെ ഏറ്റവും അവരുടെയൊക്കെ ഏട്ടനാണ്, ഇവരുടെയൊക്കെ ഏട്ടൻ, അതായത് ഇവരുടെയൊക്കെ ബ്രദർ. എൽഡർ ബ്രദർ ആരാണ്? എൽഡർ ബ്രദർ എന്ന് വെച്ചാൽ ഏറ്റവും മൂത്ത ആളാണ് എൽഡർ ബ്രദർ അല്ലേ? അപ്പൊ ബ്രൗൺ ആണ് ഈ ആനക്കുട്ടികളിൽ ഏറ്റവും മൂത്തത്. ആരാ? ബ്രൗൺ ആണ്. ബ്രൗൺ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ ഞങ്ങൾ ടി വി കണ്ടോട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോ ടൈം ഡിയേഴ്സ്, put your bags down and follow me, we are going for a run, look we are getting pretty heavy, said the mother elephant. They went for a jog. അപ്പൊ ഇത് കേട്ടപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? അയ്യോ അതിനൊന്നും സമയമില്ല മക്കളെ, എന്ത് ചെയ്യാ, വേഗം നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ബാഗ് ഒക്കെ അവിടെ കൊണ്ട് വെച്ചിട്ട് എൻ്റെ കൂടെ വരൂ, നമ്മൾ ഒന്ന് ഓടാൻ പോകാം എന്ന് പറയാണ്. അതായത് ഒന്ന് ജോഗിങ്ങിന് പോവാം എന്ന് പറയാണ് കേട്ടോ. ഈവനിങ് നമുക്കൊന്ന് ഓടാൻ പോവാം. ലുക്ക് വി ആർ ഗെറ്റിംഗ് പ്രിറ്റി ഹെവി. നോക്ക് നമ്മളൊക്കെ നല്ല ഹെവി എന്ന് വെച്ചാൽ നല്ല തടിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ നന്നായി തടിച്ചിട്ടുണ്ട്. said the mother elephant. They went for a jog. ഇത് കേട്ട് എല്ലാവരും അനുസരിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ എങ്ങോട്ട് പോയി? ജോഗിങ്ങിന് പോയി. Where do people go for jogging? എവിടെയാണ് ജോഗിങ്ങിന് പോവുക സാധാരണ? പാർക്കിൽ പോകാറുണ്ട് അല്ലേ? അപ്പൊ ഇവരെവിടേക്കായിരിക്കും ജോഗിങ്ങിന് പോയിട്ടുണ്ടാവും? നമുക്ക് നോക്കാം. Go to pupa activity 7 and 8. അതായത് ആക്ടിവിറ്റീസ് 7ഉം 8ഉം ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പേജ്. The family came back after a run. The kids were tired. അങ്ങനെ 4 കിഡ്സിനെയും കൂട്ടി മദർ എലിഫന്റ് ജോഗിങ്ങിന് പോയി. അങ്ങനെ ജോഗിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാവരും ടയേർഡ്, അതായത് കിഡ്സ് ഒക്കെ ടയേർഡ് ആയിരുന്നു. The kids are tired. What will the mother give to them? അപ്പൊ ടയേർഡ് ആയിരിക്കണം, എല്ലാ കുട്ടികളും ടയേർഡ് ആയി. അപ്പൊ എന്തായിരിക്കും അമ്മ അവർക്ക് കുടിക്കുക, എന്തായിരിക്കും അവർക്ക് കൊടുത്തിട്ടുണ്ടാവുക? കഴിക്കാനും കുടിക്കാനൊക്കെ എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്ന് നോക്കൂ. Let's read. Is tea ready mom? Asked Della. അപ്പൊ അവര് സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് ഇതുവരെ ടീ കുടിച്ചിട്ടില്ല അല്ലെ? അപ്പൊ ഡെല്ല ചോദിക്കണം, ഇതിൽ ആരാ ഡെല്ല എന്ന് പറയൂ. ആരാ ഡെല്ല? ഈ റോസ് കളർ, പിങ്ക് കളർ ഡ്രസ് ഇട്ടിട്ടുള്ള ആളാണ് ഡെല്ല കേട്ടോ. അപ്പൊ ഇവരെന്ത് പറയണം? അതായത് നമ്മുടെ അപ്പൊ ഡെല്ല എന്താ ചോദിക്കണം അമ്മയുടെ അടുത്ത്? ടീ റെഡി ആയോ മോം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താ അമ്മ പറയണത്? നോ ടീ റെഡി ടുഡേ, ലെറ്റ്സ് ഡ്രിങ്ക് ബിറ്റർ ഗട്ട് ജ്യൂസ്, സെഡ് ദ മോം. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? ഇന്ന് ടീ ഇല്ല. എന്തില്ല? കേക്ക്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കേക്കും ബിസ്ക്കറ്റും ഇല്ല. ഈവനിങ് എന്താണ്? ടീയും ഇല്ല അല്ലെ? എന്താ നമ്മളിനി കുടിക്കാൻ പോകുന്നത്? ലെറ്റ്സ് ഡ്രിങ്ക് ബിറ്റർ ഗട്ട് ജ്യൂസ്. എന്താ ബിറ്റർ ഗട്ട് ജ്യൂസ് എന്ന് വെച്ചാല്? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ബിറ്റർ ഗാർഡ്? കയ്പയ്ക്കയാണ്, കയ്പയ്ക്ക എന്ന് പറയും. നല്ല കയ്പുള്ളൊരു വെജിറ്റബിൾ ആണ് കേട്ടോ ബിറ്റർ ഗാർഡ് എന്ന് പറയുന്നത്. അപ്പൊ കയ്പയ്ക്ക ജ്യൂസ് ആണ് ഇനി മുതൽ നമ്മൾ കുടിക്കാൻ പോകുന്നത് അമ്മ പറഞ്ഞു, ടീക്ക് പകരം. അപ്പൊ ഇത് കേട്ടപ്പോൾ ഡെല്ല പറയാണ്, ഓ മൈ ഗോഡ്. ഡെല്ല പുട്ട് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ ഹെഡ്. അപ്പൊ ഇത് കേട്ടപ്പോൾ അത് എന്ത് ചെയ്തു? നമ്മുടെ ഡെല്ലയ്ക്ക് ആകെ സങ്കടമായില്ല. ദൈവമേ എന്ന് വിളിച്ചിട്ട് ഡെല്ല എന്ത് ചെയ്യണം? അവളെ 2 കൈ എടുത്ത് തലയിൽ വെക്കണം. കണ്ടോ, ചിത്രത്തിൽ കാണുന്നില്ലേ? തലയിൽ വെക്കുകയാണ് കേട്ടോ. വാട്ട് ഈസ് റോങ് വിത്ത് മോം? ആസ്ക്ഡ് ദ ബേബി എലിഫന്റ്. വാട്ട് ഈസ് റോങ് വിത്ത് മോം? ആസ്ക്ഡ് ദ ബേബി എലിഫന്റ്. അമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് ബേബി എലിഫന്റ് ചോദിക്കുകയാണ് കേട്ടോ. വിൽ ദ കിഡ്സ് ലൈക്ക് ബിറ്റർ ഗോട്ട് ജ്യൂസ്? വൈ? അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവർക്ക് എല്ലാവർക്കും ബിറ്റർ ഗോട്ട് ജ്യൂസ് ഇഷ്ടമായിട്ടുണ്ടാവും. അമ്മ ബിറ്റർ ഗോട്ട് ജ്യൂസ് കൊടുക്കുകയാണ് അല്ലേ? ബിറ്റർ ഗോട്ട് ജ്യൂസ് ഇഷ്ടമായിട്ടുണ്ടാവും, കയ്പയ്ക്ക ജ്യൂസ് ഇഷ്ടമായിട്ടുണ്ടാവോ? എന്തുകൊണ്ട് എന്ന് ചോദിക്കണം. അപ്പൊ തീർച്ചയായിട്ടും എസ് വരുമോ? ആൻസർ ഇല്ല അല്ലെ? നോ. തീർച്ചയായിട്ടും അവർക്ക് ആർക്കും ബിറ്റർ ഗോട്ട് ജ്യൂസ് ഇഷ്ടമായിട്ടുണ്ടാവില്ല. നോ. കാരണം എന്താ? ബിക്കോസ് ബിറ്റർ ഗോട്ട് ജ്യൂസ് ഇസ് നോട്ട് സ്വീറ്റ്, ഇറ്റ് ഈസ് ബിറ്റർ ഇൻ ടേസ്റ്റ്. എന്താണ്? സ്വീറ്റ് ഒന്നും അല്ല ബിറ്റർ ഗോട്ട് ജ്യൂസ് എന്ന് വെച്ചാൽ. എന്താ? നല്ല കയ്പ്പാണ്. ബിറ്റർ എന്ന് വെച്ചാൽ കയ്പ്പ്, നല്ല കയ്പ്പാണ് അതിന്റെ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും തന്നെ ബിറ്റർ ഗോട്ട് ജ്യൂസ് ഇഷ്ടമായിട്ടുണ്ടാവില്ല. നെക്സ്റ്റ് പേജ്.
The kids went to their study room. They all were hungry. അങ്ങനെ രാത്രിയായി അവരെല്ലാവരും പഠിക്കാൻ വേണ്ടി അവരുടെ സ്റ്റഡി റൂമിൽ പോയി. They all were hungry. Hungry എന്ന് വെച്ചാൽ എന്താ, നല്ല വിശപ്പുണ്ട് കേട്ടോ, നല്ല വിശപ്പാണ്, അവർക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. Where has the father elephant gone? അപ്പൊ ഇത്ര നേരമായിട്ടും കഥയിലേക്ക് ആര് വന്നിട്ടില്ല, നമ്മുടെ ഫാദർ എലിഫന്റ് വന്നിട്ടില്ല അല്ലേ. അതായത് ഇപ്പൊ നമ്മൾ ആരൊക്കെ പരിചയപ്പെട്ടു, മദർ എലിഫന്റിനെ പരിചയപ്പെട്ടു, അവർക്ക് 4 കിഡ്സ് ഉണ്ട്, 4 കുട്ടികളുണ്ട്. അതിൽ മൂത്ത ആള് എൽഡർ ആരാണ്, ബ്രൗൺ ആണ്. അതിനുശേഷം ബ്രൗണിന്റെ താഴെയാണ് ലൂക്കിന്റെ താഴെയാണ് ഡെല്ലയുടെയും താഴെയാണ് ബേബി എലിഫന്റ്. അപ്പൊ ഇവരുടെ അച്ഛൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അച്ഛൻ ഫാദർ എലിഫന്റ് എവിടെ പോയതായിരിക്കും, തീർച്ചയായിട്ടും ജോലിക്ക് വർക്കിന് പോയതായിരിക്കും. അപ്പൊ നൈറ്റ് ടൈമിൽ അച്ഛൻ തീർച്ചയായിട്ടും നമ്മുടെ ഫാദർ എലിഫന്റ് വരും. Let's read. Late in the evening, Father Elephant came home after work. He switched on the television and lay on the sofa. No dear, please switch off the TV. Let's go to the park and do some exercise, said the mother elephant. Why? asked the father elephant. For becoming thinner, she replied. അങ്ങനെ ഈവനിങ് ആയി, ലേറ്റ് ഇൻ ദ ഈവനിങ് വെച്ച് നല്ല സന്ധ്യ സമയമൊക്കെ ആയി, വൈകുന്നേരമൊക്കെ കഴിഞ്ഞ് രാത്രി ആവാനാവുകയാണ്. അപ്പോൾ ഫാദർ എലിഫന്റ് വരികയാണ്. ഫാദർ എലിഫന്റ് കെയിം ഹോം ആഫ്റ്റർ വർക്ക്, അതായത് വർക്ക് കഴിഞ്ഞ് ഫാദർ എലിഫന്റ് വരികയാണ്. ഹി സ്വിച്ച്ഡ് ഓൺ ദ ടെലിവിഷൻ ആൻഡ് ലേ ഓൺ ദ സോഫ. അപ്പൊ എന്ത് ചെയ്തു, ടെലിവിഷൻ ഓൺ ചെയ്തു അല്ലേ, ഓൺ ചെയ്തിട്ട് TV കാണാൻ വേണ്ടി സോഫയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് അമ്മ വന്നിട്ട് എന്ത് പറയുന്നത്, നോ ഡിയർ പ്ലീസ് സ്വിച്ച് ഓഫ് ദ TV. ലെറ്റ്സ് ഗോ ടു ദ പാർക്ക് ആൻഡ് ഡു സം എക്സസൈസ്, സെഡ് ദ മദർ എലിഫന്റ്. അപ്പൊ വന്നിട്ട് മദർ എലിഫന്റ് പറയാണ്, നോ ഡിയർ TV സ്വിച്ച് ഓഫ് ചെയ്യൂ, നമുക്ക് പാർക്കിൽ പോകാം. ലെറ്റ്സ് ഗോ ടു ദ പാർക്ക് എന്ന് വെച്ചാൽ നമുക്ക് പാർക്കിൽ പോകാം. ആൻഡ് ഡു സം എക്സസൈസ്, എന്നിട്ട് നമുക്ക് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാന്ന് മദർ എലിഫന്റ് പറയാണ്. അപ്പൊ ഇത് കേട്ടപ്പോൾ അത് ഫാദർ എലിഫന്റ് ആകട്ടെ ഷോക്കായിട്ട് ചോദിക്കും, എന്ത് പറ്റി, വൈ ആസ്ക് ദ ഫാദർ എലിഫന്റ്, എന്തിന് എന്ന് പറഞ്ഞിട്ട് ഫാദർ എലിഫന്റ് ചോദിക്കുകയാണ്. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു, അതായത് മദർ എലിഫന്റ് എന്ത് പറയാണ്, ഷീ റിപ്ലൈഡ് ഫോർ ബിക്കമിങ് തിന്നർ. എന്തിനാ വേണ്ടിയിട്ടാ, നമ്മളൊക്കെ നല്ല ഫാറ്റ് ആണല്ലേ, അപ്പൊ ഒന്ന് തിന്നർ ആവാന്ന് വെച്ചാൽ മെലിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് എന്താ ഇത് ഫാദർ എലിഫന്റിന്റെ അടുത്ത് മദർ എലിഫന്റ് പറയാണ് അല്ലെ, മദർ എലിഫന്റ് പറയാണ്. വാട്ട് വിൽ ദേ ഡു ഇൻ ദ പാർക്ക്, എന്തായിരിക്കും ഒരു പാർക്കിൽ പോയിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ആക്ടിവിറ്റീസ് ഗോ ടു പ്യൂപ്പ ആക്ടിവിറ്റീസ് 9 and 10 ആണ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജ്. എവറി ഡേ ദ ഫാമിലി ഡിഡ് മെനി എക്സസൈസ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, എല്ലാ ദിവസവും എവറി ഡേ ദ ഫാമിലി ഡിഡ് മെനി എക്സസൈസ്, എല്ലാ ദിവസവും അവരെന്ത് ചെയ്യും, ഒരുപാട് എക്സസൈസ് ഒക്കെ ചെയ്തു. എന്തൊക്കെ ചെയ്തു, സ്ട്രെച്ചിങ്. ആ എക്സസൈസ് എന്തൊക്കെ ചെയ്തതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബെൻഡിങ്, ജോഗിങ്, സിറ്റപ്സ്, സൈക്ലിംഗ്, അങ്ങനെ പല തരത്തിലുള്ള എക്സസൈസ് ഡെയിലി ചെയ്യും. എവ്രിവൺ ഗോട്ട് ടയർഡ്, എല്ലാവരും ടയേർഡായി കേട്ടോ. ബട്ട് ദർ വാസ് നോ തിന്നിങ്, പക്ഷെ അവർ മെലിഞ്ഞോ, അതായത് എലിഫന്റ് ഫാമിലി മെലിഞ്ഞു, എല്ലാവരും മെലിഞ്ഞ് സ്ലിം ആയോ, ഇല്ല, തിന്നായില്ല അല്ലെ. ദിസ് വിൽ നോട്ട് വർക്ക്, എന്താ പറയണത്, ദിസ് വിൽ നോട്ട് വർക്ക്, വി കനോട്ട് ബി തിന്നർ, എലിഫന്റ്സ് ആർ ഓൾവേസ് ഫാറ്റ്, സെഡ് ലൂക്ക്. അപ്പൊ ലൂക്ക് എന്താ പറയണത്, ഇതൊന്നും വർക്കാവില്ല, അതായത് നമുക്ക് തിന്നറാവാൻ പറ്റില്ല, നമുക്ക് മെലിയാൻ കഴിയില്ല, എലിഫന്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും തടിച്ചിട്ടായിരിക്കും, ഫാറ്റ് ആയിരിക്കും എന്ന് ലൂക്ക് പറയാണ്. നോ we must try harder, said the mother elephant. She wiped her sweat with a towel. അപ്പൊ ഇത് കേട്ടപ്പോ മദർ എലിഫന്റ് എന്താ ചെയ്യണത്, മദർ എലിഫന്റും ടയേർഡ് ആയിട്ടുണ്ട്, സ്വെറ്റ് ആയിട്ടുണ്ട്. സ്വെറ്റ് പറഞ്ഞാൽ എന്താ, വിയർപ്പ് അല്ലേ. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇത് സ്വീറ്റ് നല്ല വായിക്കുക, സ്വീറ്റ് വേറെ സ്വെറ്റ് വേറെയാണ് കേട്ടോ. സ്വീറ്റിന് SWEET ആണ്, ഇത് സ്വെറ്റ് വിയർപ്പ്. അപ്പൊ അമ്മ എന്ത് ചെയ്യണത്, എക്സസൈസ് ചെയ്ത് നിൽക്കുകയാണല്ലോ. അപ്പൊ സ്വെറ്റൊക്കെ ടവൽ കൊണ്ട് തുടച്ച് വൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ, വൈപ്പിടുന്നുണ്ട് ഇവിടെ ഒരു വേർഡ്. വൈപ്പിടുന്ന് വെച്ചാൽ എന്താ, വൈപ്പിടുന്ന് വെച്ചാൽ തുടക്കുക. അപ്പൊ മദർ എലിഫന്റ് സ്വെറ്റൊക്കെ വൈപ്പ് ചെയ്തിട്ട് എന്ത് പറയാണ്, ഇല്ല എന്താ പറയണത്, നോ നമുക്ക് ഇതിനേക്കാളും കൂടുതലായിട്ട് നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, അത് നമ്മൾ നന്നായി എക്സസൈസ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ മെലിയുമെന്ന്, നമ്മൾ തിന്നറാവുമെന്ന് മദർ എലിഫന്റ് പറയുകയാണ്. ഡു യു ലൈക്ക് തിൻ എലിഫന്റ്സ്, നിങ്ങൾക്ക് ഇഷ്ടമാണോ മെലിഞ്ഞ എലിഫന്റ്, അതായത് തിൻ എലിഫന്റ്സ് വെച്ചാൽ മെലിഞ്ഞ എലിഫന്റ്സിനെ ഇഷ്ടമാണോ, ആർക്കും ഇഷ്ടമല്ല. നമ്മൾ എലിഫന്റ് എന്ന് വെച്ചാൽ എങ്ങനെയാ, നല്ല തടിച്ചിട്ടൊക്കെ ആയിരിക്കും അല്ലെ, ഫാറ്റ് ആയിരിക്കും. പക്ഷെ തിൻ എലിഫന്റ്സിനെ ഇഷ്ടമാണോ ആർക്കെങ്കിലും, നോ. Go to pupa activities 11 and 12 activities ആണ് ചെയ്യേണ്ടത്. ഇവിടെ നെക്സ്റ്റ് പേജ്. coconuts, bitter gourds, salads. Every day the elephant kids got fed up with the food. We want tasty food, they said together. Then the door bell rang.
അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എല്ലാ ദിവസവും ഒരേ ഫുഡാണ്, കോക്കനട്ട്സ്, ബിറ്റർ ഗോഡ്സ്, സാലഡ്സ്, അങ്ങനത്തെ തന്നെയാണ് ദിവസവും. എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്തു, കിഡ്സിനൊക്കെ മതിയായി, അതേ ഒരേ ഫുഡ് കഴിച്ചവർക്കൊക്കെ മതിയായി. അവർക്ക് എന്ത് വേണം, ടേസ്റ്റി ഫുഡ് വേണം. വി വോണ്ട് ടേസ്റ്റി ഫുഡ്. ദേ സെഡ് ടുഗദർ, എല്ലാവരും ഒന്നിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് ടേസ്റ്റി ഫുഡ് വേണമെന്ന് പറയുകയാണ്. അപ്പോഴാണ് എന്ത് ചെയ്തത്, ഡോർ ബെല്ലടിച്ചത്. ആരോ വന്നിട്ടുണ്ട്, ഡോറിന്റെ ബെല്ലടിച്ചു. ഹൂ ഈസ് അറ്റ് ദ ഡോർ, അപ്പോൾ ആരായിരിക്കും പുറത്ത് വന്നിട്ടുണ്ടാവുക, നമുക്ക് നോക്കാം. ദ ഡോർ ബെൽ റാങ്. ദ മദർ എലിഫന്റ് ഓപ്പൺ ദ ഡോർ. Here is a parcel for you, the elephant at the doorstep said. It was a parcel from Grandma. What is inside? Everyone stared at the box. The father opened the parcel. അങ്ങനെ ഡോറിന്റെ ബെല്ലടിച്ചു. അപ്പം മദർ എലിഫന്റ് പോയിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. എന്തായിരുന്നു, ഒരു പാർസലാണ് അല്ലേ. ഹിയർ ഈസ് എ പാർസൽ ഫോർ യു, ദി എലിഫന്റ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് സെഡ്. അപ്പം പുറത്ത് വന്ന എലിഫന്റ്, ആ പാർസൽ കൊണ്ടുവന്ന എലിഫന്റ് പറഞ്ഞു, നിങ്ങൾക്കൊരു പാർസൽ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പൊ അത് നോക്കിയപ്പോൾ മദർ എലിഫന്റ് നോക്കിയപ്പോൾ ആരുടെ പാർസലാണ്, ഗ്രാൻഡ്മയുടെ പാർസലാണ്. ഓക്കെ, ഇറ്റ് വാസ് എ പാർസൽ ഫ്രം ഗ്രാൻഡ്മ, അതായത് കുട്ടി എലിഫന്റ്സിന്റെ മുത്തശ്ശിയുടെ പാർസലാണ് കേട്ടോ, മുത്തശ്ശി അയച്ച പാർസലാണ്. അപ്പൊ എല്ലാവരും ബോക്സിലേക്ക് സ്റ്റാർഡ് അറ്റ് ദ ബോക്സ് എന്ന് വെച്ചത് തുറിച്ച് എല്ലാവരും നോക്കുന്നത് എങ്ങോട്ടാ, ബോക്സിലോട്ടാണ് നോക്കുന്നത് അല്ലേ. ബോക്സിലോട്ട് നോക്കുകയാണ് കേട്ടോ. എന്താ നോക്കുന്നത്, എന്താണ്, വാട്ട് ഇസ് ഇൻസൈഡ്, എന്തായിരിക്കും ഉള്ളിൽ ഉണ്ടാവുക. അങ്ങനെയല്ലേ, നമ്മുടെ വീട്ടിലൊരു പാർസൽ വന്നാൽ നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയായിരിക്കും അല്ലേ, എന്തായിരിക്കും ആ ബോക്സിനകത്ത് ഉണ്ടാവുക എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ബോക്സ് നോക്കി നിൽക്കുകയാണ്. ആരാണ് പാർസൽ ഓപ്പൺ ചെയ്തത്, ഫാദർ എലിഫന്റ് ആണ് ഓപ്പൺ ചെയ്തത്. ഫാദർ ഓപ്പൺ ദ പാർസൽ, ഫാദർ എലിഫന്റ് പാർസൽ ഓപ്പൺ ചെയ്തു. വാട്ട് ഈസ് ഇൻസൈഡ് ദ പാർസൽ പാക്കറ്റ്, എന്തായിരിക്കും അതിനുള്ളിൽ ഉണ്ടാവുക, നമുക്ക് നോക്കാം. Wow, a cake. The children danced with joy. What a sweet smell. Luke touched the cake with his tongue. Look at its color, Della said. There are flowers on it, Brown added. Mom, please cut it. I want cake now, the baby elephant cried. The mother came near. She smelled the cake. അപ്പോൾ എന്തായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത്, കേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല സ്വീറ്റ് ആയിട്ട് നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു കേക്ക് ആയിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഓപ്പൺ ചെയ്തു, കേക്ക് കണ്ടു. അങ്ങനെ കുട്ടികളൊക്കെ എങ്ങനെ വളരെയധികം ഹാപ്പി ആയില്ലേ, കേക്ക് കണ്ടാൽ എല്ലാവരും ഹാപ്പി ആവില്ലേ. അപ്പോൾ ചിൽഡ്രൻ ഡാൻസ് വിത്ത് ജോയ് എന്ന് വെച്ചാൽ സന്തോഷം കൊണ്ട് അവരെന്ത് ചെയ്യുകയാണ്, തുള്ളി കളിച്ചിട്ട് പറയുകയാണ്, വാവ് എ കേക്ക്. അപ്പൊ നമ്മുടെ ലൂക്ക് എന്ത് ചെയ്തു, ലൂക്ക് ടച്ച്ഡ് കേക്ക് വിത്ത് സ്ട്രങ്, അവനെ തുമ്പിക്കൈ കൊണ്ട് കേക്ക് തൊട്ട് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്താ പറയണത്, വാട്ട് എ സ്വീറ്റ് സ്മെൽ, എന്തൊരു സ്വീറ്റ് സ്മെല്ലാണ്. ഡെല്ല എന്താ പറയണത്, ലുക്ക് അറ്റ് ഇറ്റ്സ് കളർ, നോക്ക് അത് കളർ നോക്കുന്ന ഡെല്ല പറയാണ്. ബ്രൗൺ എന്താ പറയണത്, ബ്രൗൺ ആഡഡ് എന്ന് വെച്ചാൽ ബ്രൗൺ എന്ത് പറഞ്ഞു, there are flowers on it, നോക്ക് അതിലെ ഫ്ലവേഴ്സ് കൂടി ഉണ്ടെന്ന് പറയാണ്. അതായത് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ്. മോം പ്ലീസ് കട്ട് ഇറ്റ്, ഐ വോണ്ട് കേക്ക് നൗ, ദി ബേബി എലിഫന്റ് ക്രൈഡ്. അപ്പൊ ബേബി എലിഫന്റ് നിലവിളിച്ചുകൊണ്ട് പറയാണ്, അമ്മ വേഗം കട്ട് ചെയ്യൂ, എനിക്ക് ഇപ്പൊ തന്നെ കേക്ക് വേണമെന്ന് പറയാണ്. ദ മദർ കെയിം നിയർ, ഷീ സ്മെൽഡ് ദ കേക്ക്. അപ്പൊ അമ്മ എന്ത് ചെയ്യണം, ഇപ്പോഴും കേക്കിന്റെ അടുത്തോട്ട് വന്നിട്ടില്ല അല്ലെ. അമ്മ മതുക്ക് കേക്കിന്റെ അടുത്തോട്ട് വന്നു. എന്നിട്ട് കേക്ക് എന്ത് ചെയ്യണം, സ്മെല്ല് ചെയ്ത് നോക്കി. വാട്ട് വിൽ ദ മദർ ഡു, എന്തായിരിക്കും അമ്മ ഇനി ചെയ്യാൻ പോകുന്നത്, നമുക്ക് നോക്കാം. ഗോ ടു പ്യൂപ്പർ ആക്ടിവിറ്റി 13. അപ്പൊ ആക്ടിവിറ്റി 13 ആണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ അമ്മ എന്ത് ചെയ്തു, മണത്ത് നോക്കി. ഇറ്റ് ഈസ് യമ്മി ബട്ട്, എന്ത് പറയാണ്, മണത്ത് നോക്കിയിട്ട് എന്താ പറഞ്ഞാ, ടേസ്റ്റ് ഒക്കെ തന്നെ യമ്മി ആയിരിക്കും, ഇറ്റ് ഈസ് യമ്മി, പക്ഷേ പറഞ്ഞിട്ട് അമ്മ എന്ത് പറഞ്ഞു, പക്ഷേ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും അമ്മയെ നോക്കുകയാണ് അല്ലെ. എവരിബഡി ലുക്ക്ഡ് അറ്റ് ദ മദർ. അമ്മ എന്തായിരിക്കും അടുത്തത് പറയാൻ പോകുന്നു പറഞ്ഞിട്ട് എല്ലാവരും അമ്മയെ നോക്കുകയാണ്. വി വിൽ നോട്ട് ഈറ്റ് ഇറ്റ്, ലെറ്റ്സ് കീപ് ഇറ്റ് ഫോർ ഗസ്റ്റ്, ദ മദർ സെഡ്. എന്താണ് അമ്മ പറഞ്ഞത്, we will not eat it, let's keep it for guest. നമ്മൾ ഇപ്പൊ അത് കഴിക്കാൻ പോകുന്നില്ല, നമ്മൾ അതെന്ത് ചെയ്യും, ഗസ്റ്റിന് വേണ്ടി എടുത്തു വെക്കും. അതായത് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റ് വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടി നമുക്കിത് എടുത്തു വെക്കാന്ന് മദർ എലിഫന്റ് പറയുകയാണ്. ഷീ പുട്ട് ദ കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അമ്മ എന്ത് ചെയ്തു, ആ കേക്ക് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. വാട്ട് വിൽ ദ എലിഫന്റ് കിഡ്സ് ഡു നൗ, ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ, എന്തായിരിക്കും, നിങ്ങളിങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ അമ്മ വന്നിട്ട് നമ്മളിപ്പോൾ കേക്ക് ഒന്നും കഴിക്കാൻ പോകുന്നില്ല, നമുക്ക് ഈ കേക്ക് നമ്മുടെ ഗസ്റ്റിന്, നമ്മുടെ വീട്ടിലെ വിരുന്നുകാർ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അമ്മ കേക്ക് കൊണ്ടുപോയിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള നിങ്ങളുടെ സ്വീറ്റ്സ് എന്തെങ്കിലും കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. നിങ്ങൾക്ക് ആർക്കും തരാതെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, ഹാപ്പി ആയിരിക്കോ, സാഡ് ആയിരിക്കോ, എന്താ തോന്നുക, അതെ സങ്കടം വരും അല്ലേ.
അപ്പൊ ഇവരെല്ലാരും കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് അമ്മ എന്ത് പറയുന്നത്, നമ്മൾ ഈ കേക്ക് കഴിക്കാൻ പോകുന്നില്ല, നമ്മളത് ഗസ്റ്റിന് കൊടുക്കാനാണ്. ഗസ്റ്റ് വെച്ചാൽ വിരുന്നുകാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അമ്മ കേക്ക് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു. വാട്ട് വിൽ ദ എലിഫന്റ് കിഡ്സ് ഡു നൗ? എന്തായിരിക്കും ഇനി എലിഫന്റ് കിഡ്സ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജിലുണ്ട് ഇവിടെ ഗോ ടു പ്യൂപ്പ ആക്ടിവിറ്റി 14. ആക്ടിവിറ്റി 14 ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പേജ്. All were thinking about the sweet cake. They talked about the cake the whole day. അങ്ങനെ എല്ലാവരും എന്തിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്? സ്വീറ്റ് കേക്കിനെ കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് അല്ലേ? They talked about the cake the whole day. അവർ ആ ദിവസം ആ കേക്കിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. What would they talk about the cake? എന്തായിരിക്കും അവർ കേക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് നോക്കാം. After supper all went to bed. എന്താ സപ്പർ എന്ന് വെച്ചാൽ രാത്രി കഴിക്കുന്ന ഭക്ഷണം, ഡിന്നർ എന്നൊക്കെ പറയില്ലേ? ഡിന്നറിന് നമുക്ക് സപ്പർ എന്നും പറയും. അങ്ങനെ അവരെല്ലാവരും സപ്പറൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പോയി. all went to bed. when will a guest visit us? the baby elephant asked. baby elephant എന്താ ചോദിക്കുന്നത്? അപ്പോൾ എല്ലാവരും കിടക്കുകയാണ് അല്ലേ, എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്താ പറയണത്? baby elephant എന്താ ചോദിക്കുന്നത്? എപ്പോഴായിരിക്കും when will a guest visit us? എന്നായിരിക്കും നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരിക, വിരുന്നുകാർ വരിക? why do you want a guest? brown asked. അപ്പോൾ ഇത് കേട്ട് ബ്രൗൺ ചോദിക്കുകയാണ്, എന്തിനാണ് നിനക്ക് ഇപ്പൊ ഗസ്റ്റ് വരണം എന്ന് why do you want a guest? നിനക്ക് എന്തിനാ ഇപ്പൊ ഗസ്റ്റ് എന്ന് ബ്രൗൺ ചോദിക്കുകയാണ്. mom will cut the cake then, said the baby elephant. അപ്പോൾ baby elephant എന്ന് പറഞ്ഞു, അപ്പോഴാണ് അമ്മ കേക്ക് കട്ട് ചെയ്യുള്ളൂ എന്ന് baby elephant പറയാണ്. it is a sponge cake, Luke said. ലൂക്ക് എന്താ പറയുന്നത്? അത് സ്പോഞ്ച് കേക്ക് ആണ് എന്ന് പറയുന്നത്, അത്രയും സോഫ്റ്റ് ആണ്, സ്പോഞ്ച് കേക്ക് ആണെന്ന് ലൂക്ക് പറയാണ്. the flowers on it are made of sugar. ഡെല്ല licked her lips. അപ്പോൾ ഡെല്ല ഇങ്ങനെ എന്ത് ചെയ്യണം, ലിപ്സ് ചുണ്ടുകളൊക്കെ ഇങ്ങനെ ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ആസ്വദിച്ചിട്ട് പറയാണ് കേട്ടോ. അതായത് നമ്മൾ എന്താണ് എന്തെങ്കിലും ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ആണത്. അപ്പോൾ അവളിങ്ങനെ എന്ത് പറയണ, ഡെല്ല എന്താ പറയണത്? ഫ്ലവേഴ്സ്, അതായത് ആ കേക്കിലെ ഫ്ലവേഴ്സ് ഒക്കെ ഷുഗർ എന്ന് വെച്ചാൽ എന്താ, പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കിയതാണ്. എവ്രി വൺ തോട്ട് അബൌട്ട് ദ കേക്ക്. ദേ കുഡിന്റ് സ്ലീപ്പ്. എല്ലാവരുടെയും ചിന്ത എന്ത് തന്നെയാണ്? കേക്ക് തന്നെയാണ്. അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. വിൽ ദ മദർ ഗീവ് ദം ദ കേക്ക്? അമ്മ അവർക്ക് കേക്ക് കൊടുത്തിട്ടുണ്ടാവുമോ? ഇതെല്ലാം കേട്ടിട്ട് അമ്മ കേക്ക് കൊടുത്തിട്ടുണ്ടാവുമോ? നമുക്ക് നോക്കാം. ഗോ ടു പ്യൂപ്പ ആക്ടിവിറ്റീസ് 15 and 16. 15 and 16 ആണ് ചെയ്യേണ്ടത്. നോക്കൂ, നെക്സ്റ്റ് പേജ് നോക്കിക്കേ. നെക്സ്റ്റ് പേജിൽ ചിത്രത്തിൽ എന്താ, നൈറ്റ് ടൈം, രാത്രി സമയമാണ്. അമ്മ മദർ എലിഫന്റ് ഫ്രിഡ്ജ് തുറക്കുകയാണ് അല്ലേ. The mother elephant too was eager to taste the cake. At midnight she got up. All are sleeping. She thought. She walked very quietly to the kitchen. Slowly she opened the fridge and took out the packet. Wow, what a sweet smell! She closed her eyes and enjoyed the sweet smell of the cake. Her mouth watered. മദർ എലിഫന്റ് എന്ത് ചെയ്തു? മദർ എലിഫന്റ് ടു വാസ് ഈഗർ ടു ടേസ്റ്റ് ദ കേക്ക്. അതായത് മദർ എലിഫന്റും കേക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. മദർ എലിഫന്റിന് അപ്പോൾ കേക്ക് ഒരുപാട് ഇഷ്ടമാണ്. മദർ എലിഫന്റും കേക്ക് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അറ്റ് മിഡ് നൈറ്റ്, അങ്ങനെ രാത്രിയായി, വളരെയധികം രാത്രിയായി. ഷീ ഗോട്ട് അപ്പ്. അപ്പൊ അതൊക്കെ അമ്മ എഴുന്നേൽക്കുകയാണ് കേട്ടോ. മദർ എലിഫന്റ് എഴുന്നേറ്റു. ഓൾ ആർ സ്ലീപ്പിംഗ്. ഷീ തോട്ട്. അപ്പൊ അമ്മ എന്താ വിചാരിക്കണത്? എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഷീ വാക്ക്ഡ് വെരി ക്വയറ്റ്ലി ടു ദ കിച്ചൺ. എങ്ങനെ പോകുന്നത്? അടുക്കളയ്ക്ക് ശബ്ദം ഉണ്ടാക്കാതെ പതുക്കെ അടുക്കളയ്ക്ക് പോവാണ്. എവിടെ പോയി? കിച്ചണിലേക്ക് പോയി. Slowly she opened the fridge and took out the packet. അങ്ങനെ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ അടുക്കളയിൽ പോയി ഫ്രിഡ്ജ് തുറന്നു, പാക്കറ്റ് എടുത്തു. Wow, what a sweet smell. സ്മെൽ ചെയ്തിട്ട് എന്താ പറയണ? എന്തൊരു സ്വീറ്റ് സ്മെല്ലാണ്. She closed her eyes and enjoyed the sweet smell of the cake. കണ്ണുകൾ അടച്ചിട്ട് കേക്ക് ഇങ്ങനെ മണത്ത സ്മെല്ല് എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. Her mouth watered എന്ന് വെച്ചാൽ എന്താ, അമ്മയുടെ വായിലെല്ലാം വെള്ളം, അതായത് നമുക്ക് കഴിക്കണം എന്ന ആഗ്രഹം കാരണം വെള്ളം വരികയാണെങ്കിൽ വായിലെല്ലാം വെള്ളം നിറയുകയാണ്. Will anybody see her? Will she eat the whole cake? ആരെങ്കിലും അമ്മയെ കണ്ടിട്ടുണ്ടാവോ? അമ്മ ഫുൾ കേക്ക്, മുഴുവൻ കേക്കും അമ്മ ഒറ്റയ്ക്ക് കഴിച്ചിട്ടുണ്ടാവോ? ഇപ്പോൾ അമ്മ സ്വിച്ച് ഒന്നും ഓൺ ചെയ്തിട്ടില്ല അല്ലേ, കിച്ചണിൽ പോയിട്ട് ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല, പതുക്കെ പോയിട്ട് കേക്ക് എടുത്തിരിക്കുകയാണ്. നോക്കിക്കേ, നെക്സ്റ്റ് പേജ്. The mother opened the packet. Alas, there was only one piece left. Where are the other pieces? Who ate them? Anyway, I will eat this. She took the last piece from the packet. Got you. Suddenly she heard a voice. അപ്പോൾ അമ്മ എന്ത് ചെയ്യാണ്? പതുക്കെ പാക്കറ്റ് ഓപ്പൺ ചെയ്തു.
Alas, there was only one piece left. അപ്പോഴാണ് എന്ത് കണ്ടത്? ആ കേക്ക്, ആ മുഴുവൻ കേക്കിൽ ആകെ ഒരു പീസ് കേക്ക് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? ഒരൊറ്റ പീസ്, 1 പീസ് കേക്ക് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പൊ അമ്മ ചിന്തിക്കുകയാണ്. അമ്മ എന്താണ് പറയുന്നത്? Where are the other pieces? Who ate them? അപ്പൊ ബാക്കി പീസസ് എല്ലാം എവിടെ? ആര് കഴിച്ചു? എനിവേ, ഐ വിൽ ഈറ്റ് ദിസ്. ശരി, എന്തായാലും ശരി, ഈ ലാസ്റ്റ് പീസ് ഞാൻ തന്നെ കഴിക്കാം. ഷീ ടൂക്ക് ദ ലാസ്റ്റ് പീസ് ഫ്രം ദ പാക്കറ്റ്. അങ്ങനെ എന്ത് ചെയ്തു? ആ ലാസ്റ്റ് പീസ് അമ്മ പാക്കറ്റിൽ നിന്ന് എടുക്കുകയാണ്. പെട്ടെന്നാണ് എന്ത് ചെയ്തത്? ഒരു ശബ്ദം കേട്ടത് അല്ലേ? ഷീ ഹിയർഡ് എ വോയിസ്. സഡൻലി പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഗോട്ട് യു, പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കുക. എന്നിട്ട് ഗോട്ട് യു പറഞ്ഞാൽ പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിക്കുന്ന സമയത്ത് പറയില്ലേ, കളിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒളിച്ച് കളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിച്ചേ എന്ന് പറയില്ല, അതേപോലെ ഗോട്ട് യു എന്ന് പറയുകയാണ്. ഗോട്ട് യു. സഡൻലി ദ മദർ എലിഫന്റ് ഹിയർഡ് എ വോയിസ്. ഹൂ സെഡ് ദിസ്? ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? The mother elephant turned the light on. The father and the kids were under the table. They were all eating the cake. You all here? I came to catch the thieves, the mother said with a shy smile. When we caught the thief, Della laughed aloud. അപ്പൊ അമ്മ എന്ത് ചെയ്തു? പെട്ടെന്ന് ആ സൗണ്ട് കേട്ടപ്പോൾ അമ്മ എന്ത് ചെയ്യും? ലൈറ്റ് ഓൺ ചെയ്യാണ്. The father and the kids were under the table. അപ്പൊ ആരെയാണ് അവിടെ കാണുന്നത്? ഫാദറും അതേപോലെ തന്നെ കിഡ്സും എവിടെയാണ്? ടേബിളിന്റെ അടിയിൽ ഇരിക്കുന്നുണ്ട് അല്ലെ? They were all eating the cake. അവരെല്ലാരും ഓരോ പീസ് കേക്ക് കഴിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് കണ്ടതും അമ്മ ചോദിക്കുകയാണ്, യു ഓൾ ഹിയർ? നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നോ? I came to catch the thieves. ഞാൻ ആ കള്ളന്മാരെ പിടിക്കാൻ വന്നതാണ്. അത് നമ്മൾ പറയില്ലേ, എന്ത് ശബ്ദം കേട്ടു, കള്ളനാണെന്ന് നോക്കാൻ വന്നു എന്നൊക്കെ പറയില്ലേ, അതേപോലെ പറയാനായിട്ട് ഞാൻ കള്ളനെ പിടിക്കാൻ വന്നതാണെന്ന് പറയാണ്. എന്താ പറയുക? ഐ കേം ടു ക്യാച്ച് ദ തീവ്സ്. ഞാൻ കള്ളന്മാരെ പിടിക്കാൻ വന്നതാണ് എന്ന് പറയാണ്. ആര് പറയണത്? മദർ എലിഫന്റ് പറയണം. മദർ സെഡ് വിത്ത് എ ഷൈ സ്മൈൽ. എങ്ങനെ പറയണത്? അതെ, ഷൈ. അതായത് മദർ എലിഫന്റിന് മനസ്സിലായില്ല ഇവരെന്നെ കണ്ടുപിടിച്ചു എന്ന് മനസ്സിലായി. അപ്പോൾ വളരെ നാണിച്ചിട്ട് മദർ എലിഫന്റ് ചിരിച്ചുകൊണ്ട് പറയാണ് കേട്ടോ. ബട്ട് വി കോട്ട് ദ തീവ്, ഡെല്ല ലോഫ്ഡ് എലൗഡ്. അപ്പോൾ ഡെല്ല എന്താ പറയണത്? പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാണ്, പക്ഷെ ഞങ്ങളാണ് കള്ളനെ പിടിച്ചത് എന്ന് പറയാണ്. വാട്ട് വിൽ ദ മദർ ഡു നൗ? അപ്പൊ എന്താണ്? അപ്പൊ എല്ലാവർക്കും മനസ്സിലായി മദർ എലിഫന്റും കേക്ക് കഴിക്കാനാണ് വന്നതെന്ന് മനസ്സിലായി അല്ലേ? അപ്പൊ എന്തായിരിക്കും മദർ എലിഫന്റ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നോക്കൂ. മദർ ate the last piece of the cake with a smile. മദർ എലിഫന്റ് എന്ത് ചെയ്തു? ആ ലാസ്റ്റ് പീസ് കേക്ക് ചിരിച്ചുകൊണ്ട് ആ മദർ എലിഫന്റ് കയ്യിലുള്ള ലാസ്റ്റ് പീസ് ഓഫ് കേക്ക് കഴിച്ചു. മോം, don't you want to be thin? asked the baby elephant. അപ്പോൾ ബേബി എലിഫന്റ് എന്താ പറയണത്? അമ്മയ്ക്ക് തിന്നാവണ്ടേ, മെലിയണ്ടേ എന്ന് ചോദിക്കുകയാണ് അല്ലേ? Yes, of course, we will eat cakes today and tomorrow we will work out even harder, the mother said. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ഇന്നൊരു ദിവസം കേക്ക് കഴിക്കാം, നാളെ തൊട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് എന്ത് ചെയ്യാൻ? വർക്ക് ചെയ്യാന്ന് മദർ എലിഫന്റ് പറയാണ്. Cake is the secret of my energy, said the baby elephant. അപ്പൊ ബേബി എലിഫന്റ് എന്ത് പറയാണ്? കേക്ക് ആണ് എന്റെ എനർജിയുടെ രഹസ്യം, സീക്രട്ട് എന്ന് പറയാണ് അല്ലേ? Everyone laughed and went to bed. എല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? കിടക്കാനായിട്ട് പോയി, ഉറങ്ങാനായിട്ട് അവർ എന്ത് ചെയ്തു? പോയി. അപ്പൊ ഇവിടെ ആക്ടിവിറ്റി 17 കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ സ്റ്റോറി ഫിനിഷ് ആയിരിക്കുകയാണ്. അതാണ് നമ്മുടെ പീസ് ഓഫ് കേക്ക് എന്നുള്ള കഥ. എല്ലാ കൂട്ടരും കഥ ഇഷ്ടമായോ? നിങ്ങൾക്ക് ആരെയാണ് കഥയിൽ ഇഷ്ടമായത്? അപ്പൊ ആരൊക്കെ നമ്മുടെ കഥയിലുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാ? നമ്മുടെ മദർ എലിഫന്റ് ഉണ്ട്, ഫാദർ എലിഫന്റ് ഉണ്ട്, അവർക്ക് 4 കുട്ടികളുണ്ട്. അതുപോലെ ഏറ്റവും എൽഡർ ആയിട്ടുള്ള കുട്ടിയാണ് ബ്രൗൺ, അടുത്തത് ലൂക്ക്, അടുത്ത ഡെല്ല, പിന്നെ ബേബി എലിഫന്റ് അല്ലേ? ബേബി എലിഫന്റ്. അങ്ങനെ 4 കുട്ടികളാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ഒരു കേക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു കഥയാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. കഥ എല്ലാവർക്കും കൂട്ടർക്കും ഇഷ്ടമായില്ലേ? നിങ്ങൾക്ക് അതിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് പോർഷൻ, അതായത് നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻ എന്താ? ഒരു ചെറിയൊരു സോങ്, ഒരു ചെറിയൊരു പോം കൊടുത്തിട്ടുണ്ട് അല്ലെ? ഒരു പോമാണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യും? പോം റീഡ് ചെയ്യാം. ലെറ്റ്സ് സിംഗ്. If you meet an elephant. എന്താണ് പോമിന്റെ പേര്? If you meet an elephant. If you meet an elephant. എന്താണ്? നിങ്ങൾ ഒരു എലിഫന്റിനെ കണ്ടാൽ, ഒരു ആനയെ കണ്ടാൽ എന്നാണ് നമ്മുടെ ഈ പോമിന്റെ പേര്. 2 സ്റ്റാൻസയാണ് ഉള്ളത്. നമുക്ക് റീഡ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റാൻസ. If you meet an elephant on a sunny day, what will you do? What will you say? I will say, good morning elephant, how do you do?
I am glad to meet you, elephant. I would like to dance with you. എന്താ പറയണത്? നിങ്ങൾ ചോദിക്കുകയാണ്, if you meet an elephant on a sunny day. Sunny day എന്ന് വെച്ചാൽ ഒരു ഉച്ച സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അല്ലെ, വെയിലുള്ള ദിവസം. സണ്ണി ഡേ എന്ന് വെച്ചാൽ എന്താ? വെയിലുള്ള ദിവസമാണ് നിങ്ങൾ ഒരു എലിഫന്റിനെ കാണുന്നതെങ്കിൽ what will you do? What will you say? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്താണ് പറയുക? I will say, ഞാൻ എന്ത് പറയും? Good morning, elephant. How do you do? Good morning പറയും. എങ്ങനെയുണ്ട്? സുഖമാണോ എന്ന് ചോദിക്കും. I am glad to meet you, elephant. നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്ന് പറയും. I would like to dance with you. എനിക്ക് നിന്റെ കൂടെ ഡാൻസ് ചെയ്യണമെന്ന് പറയും. Next stanza. If you meet a parrot on a rainy day, what will you do? What will you say? I would say, good morning, parrot. How do you do? I am glad to meet you, parrot. I would like to dance with you. എന്താണ് നെക്സ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്? ഇഫ് യു മീറ്റ് എ പാരറ്റ് ഓൺ എ റെയിനി ഡേ, നിങ്ങളൊരു പാരറ്റിനെ മഴക്കാലത്ത് മഴയുള്ളൊരു ദിവസമാണ് കാണുന്നതെങ്കിൽ വാട്ട് വുൾ യു ഡു? വാട്ട് വുൾ യു സേ? എന്ത് ചെയ്യും? എന്തായിരിക്കും പറയുക? I will say, ഞാൻ പറയും, ഗുഡ് മോർണിംഗ് പാരറ്റ്. ഹൗ ഡു യു ഡു? ഗുഡ് മോർണിംഗ് പാരറ്റ്, നിനക്ക് സുഖമാണോ? I am glad to meet you, parrot. I would like to dance with you. നിന്നെ കണ്ടതിൽ സന്തോഷം, എനിക്ക് നിന്റെ കൂടെ ഡാൻസ് ചെയ്യണം എന്ന് പറയും അല്ലേ? അപ്പോൾ ഇത് നല്ലൊരു ചെറിയൊരു പോമാണ്. നമുക്ക് ഇവിടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത് ഗോ ടു പ്യൂപ്പ ആക്ടിവിറ്റീസ് 18, 19, 20 മൂന്ന് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ 46 പേജ് നമ്പർ 46 അറേഞ്ച് ചെയ്യാൻ, അതായത് നമ്മൾ സ്റ്റോറിയിൽ എഴുതിയിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഓർഡർ തെറ്റി കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. അറേഞ്ച് ദ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ഇൻ പ്രോപ്പർ ഓർഡർ. ഫസ്റ്റ് വൺ എന്താ? അറ്റ് നൈറ്റ് ദ ഫാദർ എലിഫന്റ് ആൻഡ് ദ കേ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നതല്ലേ? അതായത് ഇത് വായിച്ചു നോക്കിയിട്ട് ഫസ്റ്റ് നടന്നത് ഫസ്റ്റ് എഴുതണം. ഇവിടെ ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്, അടുത്ത നെക്സ്റ്റ് നടന്നത് അടുത്ത് എഴുതുക, അതിനുശേഷം നടന്നതാണ് അടുത്ത് എഴുതേണ്ടത്. അങ്ങനെ കറക്റ്റ് ഓർഡറിലാക്കി എഴുതുകയാണ് ചെയ്യേണ്ടത്. First one, at night the father elephant and the kids took the cake and ate it. Night സമയത്ത് ഫാദർ എലിഫന്റും കുട്ടികളും വന്ന് കേക്ക് കഴിച്ചു. അടുത്തത്, ഗ്രാൻഡ്മ സെൻഡ് എ കേക്ക് ടു ദ എലിഫന്റ് ഫാമിലി. ഗ്രാൻഡ്മ എലിഫന്റ് ഫാമിലിക്ക് ഒരു കേക്ക് അയച്ചു കൊടുത്തു. The mother felt ashamed. മദർ എലിഫന്റ് നാണിച്ചു നിൽക്കുകയാണ് അല്ലേ? The mother elephant walked quietly to the kitchen. മദർ എലിഫന്റ് പതുക്കെ സൈലന്റ് ആയിട്ട് ആരും സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ കിച്ചണിലോട്ട് പോയി. The elephant kids wanted to eat the cake. എലിഫന്റ് അതായത് ആനക്കുട്ടികൾക്ക് കേക്ക് കഴിക്കണം. But the mother kept the cake in the fridge. പക്ഷെ അമ്മ കേക്ക് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. We caught the thief. Della laughed aloud. ഡെല്ല നിലവിളിച്ചുകൊണ്ട് പറയാം, പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ കള്ളനെ പിടിച്ചേ എന്ന് പറയുകയാണ്. ഇതിൽ ഏതാണ് ഫസ്റ്റ് നടന്നത്? ഈ തന്നതിൽ ഏതാ ഫസ്റ്റ് നടന്നത്? ഗ്രാൻഡ്മ സെൻഡ് എ കേക്ക് ടു ദ എലിഫന്റ് ഫാമിലി. ഗ്രാൻഡ്മ എലിഫന്റ് ഫാമിലിക്ക് ഒരു കേക്ക് സെൻഡ് ചെയ്തു. നെക്സ്റ്റ്, ദ എലിഫന്റ് കിഡ്സ് വാണ്ടഡ് ടു ഈറ്റ് ദ കേക്ക്. അത് നെക്സ്റ്റ്, ബട്ട് ദ മദർ കെപ്റ്റ് ദ കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. ഫോർത്ത് വൺ, ദ മദർ എലിഫന്റ് വാക്ക്ഡ് ക്വൈറ്റ്ലി ടു ദ കിച്ചൺ. ഫിഫ്ത്ത് വൺ, അറ്റ് നൈറ്റ് ദ ഫാദർ എലിഫന്റ് ആൻഡ് ദ കിഡ്സ് took the cake and ate it. ലാസ്റ്റ് വൺ, we caught the thief. ഡെല്ല laughed aloud. ഞങ്ങൾ കള്ളനെ പിടിച്ചെന്ന് ഡെല്ല നിലവിളിച്ചുകൊണ്ട് പറയാണ്. ഇത് കേട്ട് മദർ എലിഫന്റ് നാണിച്ച് നിൽക്കുന്നത്. മദർ felt ashamed. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് ആയിരുന്നു, സ്റ്റോറീൻ്റെ ക്ലാസ് ആയിരുന്നു. ഇനി ഇതിന് ശേഷമുള്ള ഒരു അതായത് നമ്മുടെ റീഡ് ആൻഡ് റീജോയ്സിലുള്ള സെക്ഷനിലുള്ള ഒരു കഥയുണ്ട്, അതിൻ്റെ ക്ലാസ്സും അതോടൊപ്പം തന്നെ നമ്മുടെ വർക്ക് ബുക്കിൻ്റെ ക്ലാസ്സും യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് മുഴുവൻ കാണുക, സ്കിപ്പ് ചെയ്യാതെ. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്